നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഡൽഹി ഇലക്ഷൻ, ഭാരതം കാത്തിരുന്ന ആ ഡൽഹി ഇലക്ഷന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും BJP അധികാരത്തിലേക്ക് എന്നുള്ള തരത്തിലാണ് അവരുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും അവരുടെ അഭിപ്രായ സർവേ ഫലങ്ങളും പ്രവചിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും തന്നെ, ഒരു എക്സിറ്റ് പോൾ പോലും ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം നേടും എന്ന് പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ഞാനൊരു ഫലം പ്രവചിച്ചിരുന്നു. 44 സീറ്റ് BJPക്കും 24 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും 2 സീറ്റ് കോൺഗ്രസിനും എന്നാണ്. ഏകദേശം അതോട് ചേർന്ന് നിന്നാണ് ഫലപ്രവചനങ്ങൾ. എന്തായാലും നമുക്ക് ആ ഫലപ്രവചനങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായി ABP ന്യൂസിന്റെ സർവേ ആണ്. ABP ന്യൂസിന്റെ സർവേയിൽ ആം ആദ്മി പാർട്ടി 32 സീറ്റ് മുതൽ 37 സീറ്റ് വരെ നേടുമെന്നും BJP 35 സീറ്റ് മുതൽ 40 സീറ്റ് വരെ നേടും എന്നാണ്. ഏകദേശം ഇരുവരും തുല്യമായിട്ടുള്ള ഒരു പോരാട്ടമാണ് കാഴ്ചവെക്കുമെന്നാണ് ABP ന്യൂസ് പറയുന്നത്. അതേസമയം പീപ്പിൾസ് പൾസ് ആണ് ഏറ്റവും അധികം സീറ്റ് പറയുന്നത് BJPക്ക്. ആം ആദ്മി പാർട്ടിക്ക് 10 മുതൽ 19 സീറ്റ് വരെ, BJPക്ക് 51 മുതൽ 60 വരെ, കോൺഗ്രസിന് സീറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ മാട്രിക്സിന്റെ ഒപ്പീനിയൻ പോൾ പ്രകാരം, എക്സിറ്റ് പോൾ പ്രകാരം ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെ അവർക്കും സാധ്യതയുണ്ട്. BJP 35 മുതൽ 40 വരെ, കോൺഗ്രസ് 0 മുതൽ 1 വരെ. ടൈംസ് നൗ ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പത്രസ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനമാണ് ടൈംസ് നൗ. അവരുടെ കണ്ടെത്തൽ പ്രകാരം, അവരുടെ എക്സിറ്റ് പോൾ പ്രകാരം, ഫലങ്ങൾ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് 27 മുതൽ 34 സീറ്റ് വരെ, BJPക്ക് 37 മുതൽ 43 വരെ, കോൺഗ്രസിനാവട്ടെ 0 മുതൽ 2 സീറ്റ് വരെ. കോൺഗ്രസിന് ഒന്നും കിട്ടാതിരിക്കാം, കിട്ടുകയും ആവാം, 2 സീറ്റ് കിട്ടുകയും ആകാം. അതുപോലെ തന്നെ JVC അവരുടെ എക്സിറ്റ് പോൾ പ്രകാരം, ഫലങ്ങൾ പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് 21 സീറ്റ് മുതൽ 32 സീറ്റ് വരെ നേടാനാവും. BJP 39 സീറ്റ് മുതൽ 45 സീറ്റ് വരെ നേടും. കോൺഗ്രസ് ആവട്ടെ 0 സീറ്റ് മുതൽ 2 സീറ്റ് വരെ. അതുപോലെ തന്നെ ന്യൂസ് 24 ഹിന്ദി അവർ പറയുന്നത്, അവരുടെ എക്സിറ്റ് പോൾ പ്രകാരം ആം ആദ്മി പാർട്ടി 32 സീറ്റ് മുതൽ 37 സീറ്റ് വരെ, BJP 35 സീറ്റ് മുതൽ 40 സീറ്റ് വരെ, കോൺഗ്രസ് 0 മുതൽ 1 വരെ. ഇനി ചാണക്യ ന്യൂസ് ആണ്. ചാണക്യ ന്യൂസ് നമുക്കറിയാം, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചാണക്യയുടെ കണ്ടെത്തലുകളാണ്, ഇല്ലെങ്കിൽ എക്സിറ്റ് പോളുകളാണ്. ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രകാരം 25 മുതൽ 28 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി നേടും. 39 മുതൽ 44 സീറ്റ് വരെ BJP നേടും. കോൺഗ്രസ് ആവട്ടെ ഈ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ചാണക്യ ന്യൂസ് പറയുന്നത്. 2 മുതൽ 3 സീറ്റ് വരെ. ഇതാണ് നമ്മുടെ വിവിധ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, വർഷങ്ങളായി ആം ആദ്മി പാർട്ടി ഒരു അത്ഭുത പോലെയാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അവർ കൃത്യമായിട്ട് മുന്നേറ്റം കാഴ്ചവെച്ചു. രാജ്യ തലസ്ഥാനം തന്നെ അവർ തുടർച്ചയായി ഭരിച്ചു. അവര് ജനകീയമായ ഒരു സർക്കാർ എന്ന പ്രതിച്ഛായ അവർക്കുണ്ടാക്കി. പക്ഷെ ഈ അടുത്തിടെ ഉണ്ടായ അഴിമതികൾ, നാണം കെട്ട, നാറിയ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം അത്, അവരുടെ എല്ലാ നിറവും കെടുത്തി, ശോഭ കെടുത്തി. മുഖ്യമന്ത്രിയായ അവരുടെ പ്രധാനപ്പെട്ട നേതാവായ കെജ്രിവാൾ തന്നെ ജയിലിലേക്ക് പോയി. അതെല്ലാം രാഷ്ട്രീയ എതിരാളികൾ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് പറഞ്ഞാലും തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യമാണ്. ഇന്ത്യയിലെ ആം ആദ്മി പാർട്ടികൾ വിവരം ഇല്ലാത്തവരല്ല എന്ന് പറയട്ടെ. എന്തായാലും 8-ാം തീയതി റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാം. ഇത് ഒരു അന്തിമമാകണമെന്നില്ല. അന്തിമമായ ഫലം പെട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.